ശ്രീനിവാസന് ശ്രീശങ്കര ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക പുരസ്കാരം. ആധ്യാത്മിക സേവന മേഖലകളിൽ നടത്തുന്ന നിസ്തുല സേവനത്തിനാണ് കാലടി മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടറായ ശ്രീനിവാസന് പുരസ്കാരം ലഭിച്ചത്. മഹാമണ്ഡലേശ്വർ പരംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ് പുരസ്കാരം നൽകിയത്. ശ്രീശങ്കര സാങ്കേത് ഫൗണ്ടേഷന്റെ ജയന്തി ആഘോഷവും കാലടി ശൃംഗേരി മഠത്തിൽ സ്വാമി ഉദ്ഘാടനം ചെയ്തു. നിശാകരാഭ്യാം ഗൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം ദൂരീകൃതാനം വിപത്തിദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദ പൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. കവിത്വവാരാശി നിശാകരാഭ്യാം ഗൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം ദൂരീകൃതാനം വിപത്തിദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദ പൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. കവിത്വവാരാശി നിശാകരാഭ്യാം ഗൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം ദൂരീകൃതാനം വിപത്തിദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഭാരതമൊട്ടാകെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതി പിന്തുടരുന്ന, ഭാരതീയ സംസ്കൃതിയെ ആചരിക്കുന്ന ലോകമൊട്ടാകെ ജഗദ്ഗുരുവായി മാനിക്കുന്ന ഈ മലയാള നാട്ടിൽ ജനിച്ചുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക സംസ്കൃതിയെ ആകെ ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു ഉത്ഥാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ആദ്യ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ജയന്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അദ്വൈത മഹോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പരമപൂജനീയനായ ജഗദ്ഗുരു ജന്മം നൽകിയ, ജനിച്ചു വീണ മണ്ണിലാണ് നമ്മളിരിക്കുന്നത്. ഭാരതത്തിൽ എവിടെയൊക്കെ നമ്മൾ തീർത്ഥാടനം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പൂജനീയ ജഗദ്ഗുരുവിൻ്റെ പാദസ്പർശത്തിൻ്റെ കഥകളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്നും ഓർത്തു പറയുന്ന ആചാര്യന്മാരാണ്. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ സന്യാസിയൊന്നും അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു തീർത്ഥാടകനോട് അവിടെയുള്ള ആചാര്യന്മാർ ചോദിക്കും, കേരളം എന്ന് പറയുമ്പോൾ തന്നെ ആദിശങ്കരാചാര്യരുടെ ജന്മദേശത്ത് നിന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് നമസ്കരിക്കും. പുറത്ത് ഏത് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ നമുക്ക് ശങ്കരാചാര്യരുടെ സ്മരണയിൽ ഒരു ചെറിയൊരു ഇടമെങ്കിലും കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ കുംഭമേള പല കാരണങ്ങളുടെ പേരിൽ ലോകത്തെ ആളുകൾ സംഗമിക്കാറുണ്ട്. കലാപരിപാടികളുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മറ്റ് പരിപാടികളുടെ പേരിലൊക്കെ വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അതിലേറ്റവും വലിയ സമ്മേളനം ലോകമെമ്പാടും തന്നെ നടക്കുന്നത് ഭാരതീയമായ ധർമ്മത്തിൻ്റെ പേരിലാണ്, കുംഭമേള.
ആ കുംഭമേളയിൽ, കുംഭമേള നഗരിയിൽ, ഇപ്പം ഏറ്റവും പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയാണ് ഏറ്റവും വലിയ കുംഭമേള. സ്ഥലത്തിൻ്റെ വിസ്തീർണം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഒക്കെ ഏകദേശം 8,000 ഹെക്ടർ സ്ഥലത്ത്, 40 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് ഈ കുംഭമേള നഗരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ 3 ലക്ഷത്തോളം ശിബിരങ്ങളാണുള്ളത്. ആ 3 ലക്ഷത്തോളം ശിബിരങ്ങളിൽ ഒരു 2.5 ലക്ഷം ശിബിരങ്ങളിലെങ്കിലും, അത് കാശ്മീർ ദേശത്ത് നിന്നുള്ളവരുണ്ട്, ആസാമിൽ നിന്നുള്ളവരുണ്ട്, ത്രിപുരയിൽ നിന്നുണ്ട്, ഗുജറാത്തിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുണ്ട്. അവിടെയെല്ലാം അതിൻ്റെ കവാടത്തിൽ തന്നെ വളരെ പ്രമുഖ സ്ഥാനത്ത് നമുക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ ചിത്രം കാണാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വലിയൊരു ശ്രീകോവിൽ പോലെ വന്ന് ശങ്കരാചാര്യ ഭഗവത്പാദർക്ക് ദിവസവും അർച്ചനയും ആരതിയും ഒക്കെ നടത്തുന്ന ഒരു ചെറിയ ദേവതാ സങ്കല്പത്തിൽ ചെയ്തിരിക്കുന്നതുണ്ട്. എന്നാൽ നമ്മൾ സന്യാസിമാരൊക്കെ ഉത്തരഭാരതത്തിൽ അതുപോലെ പറയാറുള്ളതാണ്, ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഈ ധർമ്മത്തെയൊക്കെ പുനഃസ്ഥാപനം ചെയ്തു, പിന്നൊരു മലയാളി ആ വഴിക്ക് വന്നില്ല. കുംഭമേളകളിലൊക്കെ ഇത്രയും വലിയ മഹാസംഗമം ധർമ്മത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പുനഃസംഘടിപ്പിച്ചതായിട്ട് കൂടി കേരളത്തിൽ നിന്ന് വലിയ പങ്കാളിത്തമൊന്നും ഉണ്ടാകാറില്ല. 500-1000 പേര് മാക്സിമം വരാറാണ് പതിവ്. നിർധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. नमो नमः श्री गुरुपादुकाभ्याम्। कवित्ववाराशि निशाकराभ्याम् दौर्भाग्यदावा। മാതൃവന്ദനത്തിന്റെ ഭാഗമായി സായി ശങ്കര കേന്ദ്രത്തിലെ 5 അന്തേവാസികൾക്കായി നൽകിയ ഉപഹാരം സായി ശങ്കര ശാന്തി കേന്ദ്ര ജീവനക്കാരായ ഡെൽന ജോസഫ്, ബിന്ദു ഉണ്ണികൃഷ്ണൻ, അസിയ തോമസ്, ജിനി പി പൗലോസ് എന്നിവർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാലടി. ഇവിടെ നിന്നുള്ള ആശ്രമങ്ങളോ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഒന്നും അവിടെ ശിബിരങ്ങളോ അവിടെ കുംഭമേളയിൽ പങ്കെടുക്കുക. കുംഭമേളയിലെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം വന്ന് സ്നാനം ചെയ്ത് സാധുസന്ത മഹാത്മാക്കളുടെ ദർശനം നടത്തി അവരെ നമസ്കരിച്ച് പോകലാണ്. പക്ഷേ അതിലൊരു പങ്കാളിത്തം എന്ന് പറയുന്നത് അവിടുത്തെ വരുന്ന തീർത്ഥാടകർക്കും അവിടെ വരുന്ന സന്യാസിമാർക്കും വേണ്ടത്ര സേവനങ്ങൾ ചെയ്യലാണ്. ഇപ്പോൾ നമ്മൾ കുംഭമേളയിൽ 60 കോടിയോലേറെ ആളുകൾ വന്നു ചേരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗമം നടത്താൻ കഴിയുമെന്നൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ശ്രദ്ധിച്ചൊന്നും നടത്തുന്ന സംഗമമൊന്നുമല്ല. എത്ര പേര് വരും എന്നൊന്നും മുൻകൂട്ടി യാതൊരു ധാരണയില്ല. ഇപ്പോൾ പങ്കെടുത്തതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം, ഒരു 10 കോടി ആളുകൾ വന്നവർക്ക് പോലും എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് ചിന്തിച്ചാൽ ആ ചിന്തയ്ക്ക് ഒരു ഉത്തരവ് ഉണ്ടാവില്ല. പക്ഷെ അവിടെ വരുന്ന ഈ 60 കോടി പേർക്കും ഭക്ഷണം കിട്ടും. അത് ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ ഇവിടെ ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ ക്ഷേത്രങ്ങളുടെ ആചരണങ്ങളിലോ ധർമ്മത്തിലോ ഒന്നും യാതൊരു ശ്രദ്ധയില്ലാത്ത ആളുകളാണ്. അവിടെ ക്ഷേത്രത്തിൻ്റെ മുമ്പ്, ദേവതയുടെ മുമ്പിൽ നിന്ന് ആളുകളെ അടിച്ചോടിക്കുന്നതിലാണ് അവർക്ക് ശ്രദ്ധ. അവിടെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനകളുടെയൊക്കെ ഒരു സമർപ്പണമായിട്ട് അവിടെ പ്രസാദമൂട്ടോ അന്നദാനോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം മോശമായി കൊടുക്കാമെന്നൊക്കെയാണ് പലപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ആളുകൾ ചിന്തിക്കും. എന്നാൽ നമുക്ക് കുംഭമേളകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ അമർനാഥ് തീർത്ഥാടനം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എത്ര ആദരവോടുകൂടിയാണ് ഒരാളെ ഭക്ഷണം നൽകാൻ വേണ്ടി വിളിക്കുന്നതെന്ന് കാണാം. ഏറ്റവും ആശ്രമത്തിലെ വളരെ സീനിയറായിട്ടുള്ള സന്യാസിമാരിൽ ഒരാൾ റോട്ടിൽ നിന്ന് വളരെ നമസ്കരിച്ച്, ഭൂമി തൊട്ട് നമസ്കരിച്ച് അന്നം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് ക്ഷണിക്കും. അപ്പം അങ്ങനെ സന്യാസിമാർക്കും തീർത്ഥാടകർക്കും ഒക്കെ സേവ ചെയ്തുകൊണ്ടാണ് നമ്മൾ കുംഭമേളയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാവുക. ഒരു പങ്കാളിത്തം കേരളത്തിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള ധാർമ്മിക സ്ഥാപനങ്ങളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഒന്നും മുൻകൈകൾ ഇത് ഇത്രക്കാലം അത്രയുമായിട്ടുണ്ടായിട്ടില്ല. കേരളത്തെക്കുറിച്ച് പിന്നെ പറയുന്നൊരു കാര്യം, വലിയ ഒരു വിഭാഗം സന്യാസിമാർ, സാധുക്കൾ ആ സന്യാസത്തിൻ്റെ ഒരു ധർമ്മം അനുസരിച്ച് തന്നെ പരിവ്രജനം ചെയ്യുകയാണ് ചെയ്യുക. ജീവിതകാലം ഒരു തീർത്ഥാടന സ്ഥലത്ത് നിന്ന് അടുത്ത തീർത്ഥാടന സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
ഈ പരിവ്രജനം ചെയ്യുന്ന സാധുക്കൾക്ക് കേരളം വിട്ട് കഴിഞ്ഞ് എവിടെ ചെന്നാലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ അവർ ഭക്ഷണം കഴിക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ടാവും, 1-2 ദിവസം വിശ്രമിക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ടാവും. अनंत संसार समुद्रतार नौकायिदाभ्यां गुरुभक्तिदाभ्यां എന്നാൽ കേരളത്തിൽ പറയുക സന്യാസിമാർക്ക് വെള്ളം കൊടുക്കാൻ പോലും, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സന്യാസി വന്നിറങ്ങി അത്യാവശ്യം ചന്ദനക്കുറിയൊക്കെ ഇട്ട ഒരാളോട് ചോദിച്ചാൽ സന്യാസിക്ക് ഇപ്പോൾ 2 ദിവസം തങ്ങാൻ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ എവിടെ സൗകര്യമുള്ളതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും എന്നല്ലാതെ അങ്ങനെ ഒരു വ്യവസ്ഥ, അങ്ങനെ ഒരു സംവിധാനം ഈ ശങ്കരൻ്റെ ജന്മദേശത്ത് ഇല്ല എന്നുള്ള. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഏത് സംസ്കൃതിയാണോ ഭാരതം മുഴുവൻ ആചാര്യസ്വാമികളുടെ പേരിൽ പുനഃസ്ഥാപിതമായത്, ആ സംസ്കൃതിയുടെ ആചാര്യന്മാരെ ഒട്ടും മാനിക്കാത്ത ഒരു കാലത്തിലൂടെയാണ് കേരളം, ആ ആചാര്യൻ്റെ ജന്മഭൂമി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു മാറ്റം, ഇത്തവണത്തെ കുംഭമേളയിൽ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ശിബിരം അവിടെ ഉണ്ടായി. തീർത്ഥാടകർക്കും സന്യാസിമാർക്കും ഒക്കെ സേവ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായി. അതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള 3 ലക്ഷത്തിലേറെ ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുക മലയാളികളായിട്ട് എന്ന് പറയുന്ന ഒരു സവിശേഷതയും ഇത്തവണ കുംഭമേളയാണ്. അവിടെ കൂടിച്ചേരുന്ന ഊർജത്തെ, അങ്ങനെ കൂടിച്ചേർന്നുണ്ടായ ഊർജത്തെ നമുക്ക് നിലനിർത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യേണ്ടത്. അത് ആ സംസ്കൃതിയെ, ആ ആചാര്യൻ്റെ സ്മരണയെ നമ്മുടെ ദേശത്തും വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒരു തുടർച്ചയെ നമുക്ക് സാധ്യമാക്കേണ്ടത്. കേരളം എങ്ങനെയാണ് ആ ധാർമ്മിക ആചാര്യന്മാരെ ഇതുവരെ സ്വീകരിച്ചു വന്നത് എന്നുള്ളതിൽ നിന്ന് വലിയൊരു വ്യത്യാസം വരുത്തി. ആ ധർമ്മത്തെ ആദരിക്കുന്ന, ധർമ്മത്തെ ആചരിക്കുന്ന ധാർമ്മിക ആചാര്യന്മാർക്ക് അതിനു വേണ്ട അവരുടെ ധർമ്മപ്രചരണത്തിനും അവരുടെ ധാർമ്മികമായിട്ടുള്ള വൃത്തികൾക്കുമൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു ഇടമായിട്ട് ഈ കേരളത്തെ നമുക്ക് മാറ്റി തീർക്കുന്നത്. ഇപ്പോൾ സ്വാഗതം പറഞ്ഞ ബൈജി പറഞ്ഞു നമുക്ക് 500-1000 പേരിൽ കുറഞ്ഞ ഒരു ചിന്തയില്ല എന്ന്. അപ്പോഴും നമ്മൾ കാണുന്നത് അതിനെ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു വലിയ ചിന്തയാണ്. അപ്പോഴും അത് കുറഞ്ഞ ചിന്തയാണ്. നമ്മൾ ശങ്കര ജയന്തിക്കാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അത് ശങ്കരാചാര്യർ ജനിച്ച ശൃംഗേരിയിലാണ്, കാലടിയിലാണ്. ശൃംഗേരി മഠത്തിൻ്റെ സംവിധാനത്തിൽ ഇവിടെ നടക്കുന്ന കാലടിയിലെ ജന്മദേശത്താണ്. ഈ ജന്മദേശത്ത് നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും പരമാചാര്യൻ്റെ ഒരു ജയന്തി ആചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള കോടിക്കണക്കിന് ഹിന്ദുധർമ്മ വിശ്വാസികളിൽ നിന്ന് ഇത്രയും പേരെത്തിയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതര ധർമ്മങ്ങളിൽപ്പെട്ട ആളുകൾ വർഷങ്ങളിൽ, ഓരോ വർഷവും അല്ലെങ്കിൽ ചില മാസങ്ങളുടെ ഇടവേളകളിൽ തന്നെ അവരുടെ ശക്തി പ്രകടിപ്പിക്കാറുണ്ട്. ഓരോ സ്ഥലങ്ങളിലും വലിയ പന്തലുകൾ കെട്ടി വലിയ കൂടിച്ചേരലുകൾ നടത്തിയൊക്കെ. അങ്ങനെയൊക്കെ ശക്തി പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ
ആ ധർമ്മത്തിന് അതിൽ സനാതന ധർമ്മത്തെയും ഇതര ദർശനങ്ങളെയും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഒന്ന് മാനവികതയുടെയും ജീവകാരുണ്യത്തിൻ്റെയും ഒക്കെ ഉന്നതിയിലാണെങ്കിൽ മറ്റ് ദർശനങ്ങൾ ആളെ കൊല്ലാനും ആളെ കൂട്ടാനും ഒക്കെ മാത്രം പറയുന്ന ദർശനങ്ങളാണ്. അങ്ങനെയുള്ളവ അവരുടെ ശക്തി പ്രകടനങ്ങളിൽ കൂടെ, അവരുടെ കൂടിച്ചേരലുകളിൽ കൂടെ അതിനെ വിമർശിക്കാൻ പോലും ആളുകൾ മടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു സമ്മർദ്ദ കേന്ദ്രമായി മാറുമ്പോൾ നമ്മുടെ ഏറ്റവും നമുക്ക് ഗുരുപരമ്പര, നമ്മൾ സദാശിവ സമാരംഭം എന്ന് പറയും, പക്ഷെ അത് സദാശിവനിൽ അർപ്പിച്ചുകൊണ്ട് പറയുമ്പോഴും നമുക്ക് ശങ്കരാചാര്യ സ്വാമികളാണ് അതിൻ്റെ ഏറ്റവും മൂലമായി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജയന്തി നമുക്ക് അതിൽ വളരെ ആ ഒരർത്ഥത്തിൽ ഒരു ചെറിയ പങ്കാളിത്തമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ധാർമ്മികമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ തരത്തിലുള്ള പങ്കാളിത്തവും, ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ശൃംഗേരി മഠം ഏറ്റവും മനോഹരമായും ഏറ്റവും വൃത്തിയായും നിർവഹിച്ചു പോരുന്നുണ്ട്. പക്ഷെ ആ ഒരു ധർമ്മം അവിടെ നിർവഹിക്കുമ്പോൾ പോലും ഇത് സംരക്ഷിക്കേണ്ടത്, കൊണ്ടു നടക്കേണ്ടത് ഇത് ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട, സനാതന ധർമ്മത്തിൽപ്പെട്ട എല്ലാവരുടെയും കേന്ദ്രമാണ്, എല്ലാവരുടെയും സ്ഥലമാണ്. പലപ്പോഴും നമ്മൾ കേരളത്തിലേക്ക് ഉത്തരഭാരതത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വരന്മാരും ഒക്കെ ചില പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാനൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷെ അത് സംഘടിപ്പിക്കുന്ന ആളുകൾ പോലും ഈ വരുന്ന മഹാമണ്ഡലേശ്വരന്മാർ, അവർക്കറിയില്ല കാലടി എവിടെയാണ്, എത്ര ദൂരമാണ്, എന്താ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. ഇവിടെ വരണം, അങ്ങനെയുള്ള ദർശനം നടത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴെങ്കിലും വാരണാസിയിലൊക്കെയുള്ള സമയത്ത് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കാലടിയിൽ വരണം, ദർശനം നടത്തണം എന്ന് പറയും. ചിലപ്പോൾ അതൊക്കെ അവസാന നിമിഷമാണ് നമ്മൾ സുബ്രഹ്മണ്യ അയ്യർജിയെ വിളിക്കാനും അറിയിക്കാനും ഒക്കെ പറ്റാറ്. അദ്ദേഹം ചിലപ്പോൾ നമ്മളടുത്ത് അങ്ങനെ ഒന്നും പറയും, നിങ്ങൾ കുറച്ച് നേരത്തെയൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ അതിനു വേണ്ടി കുറച്ച് വളരെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്വീകരണവും പരിചയപ്പെടുത്തലും ഒക്കെ. അദ്ദേഹം ഇപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ നമ്മൾ മഹാമണ്ഡലേശ്വരന്മാരും മഹാടയിലെ ആചാര്യന്മാരൊക്കെ വരുമ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി സംസാരിച്ച് അവരോടൊപ്പം നിന്ന് സംസാരിച്ച് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം നമുക്ക് തരും. സന്യാസിമാർ വരുമ്പോൾ മഹാമണ്ഡലേശ്വരന്മാരും മഹാടയുടെ ആളുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് അവസാന നിമിഷം, അവർ പോകുന്ന നിമിഷമൊക്കെ ആകുമ്പോൾ അദ്ദേഹം പറയും, കുറച്ച് നേരത്തെ 2 ദിവസം മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഒന്ന് വേണ്ടേന്ന് നമ്മളോട് ചോദിക്കാറുമുണ്ട്. ഇത് പറഞ്ഞ പോലെ ചെറിയൊരു ശാസനയുടെ അനുഭവത്തിൽ തന്നെ. എന്താണെങ്കിലും അങ്ങനെ നമ്മുടെ നാട്ടിലെ തന്നെ ധാർമ്മിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവിടെ വരുന്ന ആചാര്യന്മാർ വന്നു പോകേണ്ട ഒരു സ്ഥലമായിട്ട് കാണാത്തൊരു സാഹചര്യം പോലും